ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കോംബോ മീലായിക്കോട്ടെ വിചാരിച്ചു. ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും മിക്കവാറും ആൾക്കാർ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഈ ഫ്രൈഡ് റൈസും മഞ്ചൂരിയനൊക്കെ അല്ലേ. ഇപ്പോൾ മിക്കവാറും എല്ലാവരും വീഡിയോകളിലും ഉണ്ടാക്കുന്നുണ്ടാവും. ഈ മഞ്ചൂരിയനുമുണ്ട് പ്രത്യേകത. മഞ്ചൂരിയനിൽ ഞാൻ ഒട്ടും തന്നെ മൈദ ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കാം കേട്ടോ. പിന്നെ ഉപയോഗിക്കേണ്ടത് ഗാർലിക്കാണ്. ഗാർലിക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കുറച്ച് ക്യാബേജൊക്കെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ക്യാരറ്റും ബീൻസും ഞാൻ പൊടിയായാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒനിയൻ ചേർത്തിട്ടില്ല കേട്ടോ. വേണമെന്നുള്ളവർക്ക് സവാള ചേർക്കാം. ചെറിയ ഉള്ളി സാധാരണയായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസുകളിൽ ഉപയോഗിക്കാറില്ല. ഇനി ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. അതും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ ഇതാ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവുകയേ വേണ്ടൂ, ഒരുപാട് തൊടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കാം. സ്പ്രിംഗ് ഒനിയൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒനിയൻ്റെ ഫ്ലേവർ ഓട്ടോമാറ്റിക്കലി നമുക്കിതിന് കിട്ടും. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് ഒഴിക്കുന്നത്. സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഓരോ സോയാ സോസിൻ്റെയും പുളിക്കും വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ നോക്കിയിട്ടിടൂ. 1 ടീസ്പൂണോളം ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്വിഷ്വാൻ പേസ്റ്റ്, ചില്ലി പേസ്റ്റിൻ്റെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എരിവിനായി ചേർക്കുന്നത്. എനിക്ക് ചില്ലി സോസ് ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതിൻ്റെ ആ വിനെഗറുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചില്ലി പേസ്റ്റ് ആണ് ഉപയോഗിക്കാറ്. ചില്ലി സോസ് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഇതിനെ നന്നായി നമ്മളതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി അതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ നല്ലോണം 1 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും ഫ്രൈഡ് റൈസിന് റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ട് ഒരു 3/4 വേവാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ വാർത്ത് വെക്കണം. ഉടനെ തന്നെ മാറ്റുകയും വേണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഒന്ന് തണുത്തതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ പൊട്ടാതെ ഒലർന്നിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതെല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. ഇതെല്ലാം നല്ല ചൂടിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് ഹൈ ഫ്ലെയിം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ ഫ്രൈഡ് റൈസ് എപ്പോഴും പരന്ന പാത്രത്തിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി നമ്മൾ മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ഗോബി മഞ്ചൂരിയൻ തന്നെയാണ് കേട്ടോ. വളരെ ഈസിയും കുറച്ച് ഞാൻ മൈദയൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനിലാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ആദ്യം അതിനൊരു ബാറ്റർ തയ്യാറാക്കണം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് മാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവാണ് ട്രൈ ചെയ്തത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേ അതിനൊരു ക്രിസ്പിനെസ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ, ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ഞാനിവിടെ ഉള്ളതുകൊണ്ട് 1 ടീസ്പൂണോളം ഒനിയൻ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി, 1 ടീസ്പൂണോളം നോർമൽ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ഒന്നും ഇല്ല എങ്കിലും പ്രോബ്ലം ഇല്ല. കുറച്ച് ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി അതിനെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. ഒരുപാട് തിൻ ബാറ്റർ ആവരുത് കേട്ടോ. ഒരുപാട് തിന്നും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. നമ്മുടെ ബാറ്റർ ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മളിതാ ഇതുമാതിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നേരം ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ടിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറിൻ്റെ പീസസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 10 മിനിറ്റോളം ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പം നമുക്കതൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനെ നന്നായി നമുക്ക് മിക്സ് ചെയ്തൊരു 10-20 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് ബാറ്ററിലൊക്കെ ഒന്ന് മിക്സായി ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് കുറച്ച് ടൈം എടുത്തു എനിക്കിത് ഫ്രൈ ആയി കിട്ടാൻ തോന്നി. പക്ഷേ എണ്ണ ഒട്ടും കുടിച്ചിരുന്നില്ല കേട്ടോ. ഈ മഞ്ചൂരിയന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ മഞ്ചൂരിയൻ പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്തു. സാധാരണ മൈദയിലാണ് നമ്മൾ മഞ്ചൂരിയൻ്റെ ബാറ്റർ തയ്യാറാക്കാറ്. ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഗോതമ്പിൽ നോക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഇതാ നന്നായി ഇടയ്ക്ക് നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് ടൈം എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഓയിലൊന്നും കുടിച്ചില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഇതാ നമ്മുടെ മഞ്ചൂരിയൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വറുത്ത് പൊരിക്കുകയും ചെയ്യാം നമ്മുടെ കോളിഫ്ലവർ. ഇനി മഞ്ചൂരിയൻ്റെ മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക. പൊതുവെ ഫ്രൈഡ് റൈസിലൊക്കെ കുറച്ച് ഓയിൽ വേണം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ഗാർലിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണ്ട ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിടാം. ഒരു 2 പച്ചമുളക് കീറിയതും ഒരു ഹാഫ് ഒനിയനുമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒനിയൻസ് ചെറുതായി അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ ക്യൂബ് ആക്കിയതും ഇടാം. എനിക്ക് പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒരു കോട്ടിംഗ് ഒക്കെ ആയിട്ട് ആ ഗ്രേവിയിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓനിയനും ഇതിനെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് ചെറുതായി ഒന്ന് സോട്ടായാൽ മതി കേട്ടോ. അതൊക്കെ കുറച്ചിൻ്റെ അതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം നമ്മുടെ മഞ്ചൂരിയന് കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചേർക്കുന്നത്. ഇതെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സോയ സോസൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർത്താം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചില്ലി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. ഇതിൽ വേറെ അഡൾട്രേഷൻ ഒന്നും തന്നെ ഞാൻ ചേർത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ സ്വീഷാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇപ്പം ഇതെല്ലാം മിക്സായി വന്നിട്ട് നല്ലൊരു ഫ്ലേവറും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോഴേ ഇത് നന്നാവുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള മഞ്ചൂരിയനാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആ വറുത്ത് വെച്ച ക്വാണ്ടിറ്റി ഇതിലേക്ക് കോളിഫ്ലവറിനെ മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. നമുക്ക് ഇതിന് ഇനിയൊരു തിക്നെസ്സും ഒരു ഇതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇത് വളരെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള മഞ്ചൂരിയനാണ് വേണ്ടതെങ്കിൽ ഇതിലുള്ള ക്വാണ്ടിറ്റീസ് ഒന്ന് വ്യത്യാസം വരുത്തേണ്ടി വരും. ഇത് ഞാൻ സെമി ഗ്രേവി ആയിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തിക്നെസ് ഇതൊന്ന് കുറുകി കഴിഞ്ഞാലുള്ള തിക്നെസ് മതിയായിരുന്നു. അതപ്പോൾ ചപ്പാത്തിയുടെ കൂടിയും ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പുളിയുടെ ടേസ്റ്റ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സോയാ സോസ് ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ റൈസ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോയാ സോസിൻ്റെ ഫ്ലേവർ പോരായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഇടയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയാലും അത് മതി. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി ആ മഞ്ചൂരിയൻ്റെ മിക്സ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും യോജിപ്പിക്കാം നമുക്ക്. എരിവ് പോരാത്തവർക്ക് എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവിയിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇതാ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കറി. ഇനി ഇത് ഓഫ് ചെയ്യാം. പൊതുവേ മഞ്ചൂരിയനൊക്കെ ഉടനെ തന്നെ സെർവ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. ചൂടോടി കൂടി കൊടുക്കണം. ഇല്ല എങ്കിൽ ഇതൊരു ക്രിസ്പിനെസ്സും പോവും, പിന്നെ അതിൻ്റെ സോഗിയായി പോവും ഈ മഞ്ചൂരിയൻ്റെ മിക്സ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ഇതിലിടുമ്പോൾ കേട്ടോ. നമ്മുടെ ആ ഗ്രേവിയിലിടുമ്പോൾ, ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതാ കണ്ടോ, അടിപൊളി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ 2 റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു. ഒരു ദിവസം ഒരു വെറൈറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഞ്ചിന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല വിട്ട് കിടക്കുന്ന റൈസാണ് ഇത് കിടക്കുന്നത്. നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ഇതിൽ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടുമില്ല. ഇതാ ഞാനിതിനെല്ലാം ഒരു സെർവിങ്ങിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഒരു ദിവസത്തെ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും ഒക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ബൈ. താങ്ക് യു.